നമസ്കാരം, എജു ജേണി വിത്ത് ജെണക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്യാമ്പസ് ട്രാവൽ വ്ളോഗായിട്ട് എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിന് അടുത്തുള്ള ഒരു നേഴ്സിംഗ് കോളേജിലാണ്. അതെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് വളരെ അഫോർഡബിൾ ഫീസിൽ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ എവിടെയൊക്കെ നേഴ്സിംഗ് പഠിക്കാം എന്നുള്ള എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മളുടെ ക്യാമ്പസ് ട്രാവൽ വ്ളോഗ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഭാരതി കോളേജ് ആൻഡ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. സോ വളരെ അഫോർഡബിൾ ഫീസിൽ നമുക്കിവിടെ നേഴ്സിംഗ് പഠിക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. GNM BSc നേഴ്സിംഗ്, പോസ്റ്റ് BSc നേഴ്സിംഗ് എന്ന കോഴ്സുകളാണ് നിലവിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എടുത്തു പറഞ്ഞ സവിശേഷത പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ കേരള മലയാളി മാനേജ്മെൻറ്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ഇതേ ക്യാമ്പസിനകത്ത് തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി അതേപോലെ തന്നെ ഒരു ചാപ്പൽ ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. സോ നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ടാണ് കാണുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ 4 നിലകളായിട്ട് വരുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് നേഴ്സിങ്ങിൻ്റെ പഠനം നടക്കുന്നത്. സോ ഓരോ ക്ലാസ് റൂമുകളിലും ക്ലാസ്സസ് കറൻ്റ്ലി ഗോയിങ് ആണ്. സ്റ്റുഡൻസ് എല്ലാം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ക്ലാസ്സസ് ഫ്ലോറിലുള്ളതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫ്ലോറിലാണ് ഇവരുടെ ലാബ് ഫെസിലിറ്റീസ് അടങ്ങുന്നത്. സോ ഞാനിപ്പോൾ നിലവിൽ OBG ലാബിൽ ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. വളരെ നല്ല കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവരുടെ ലാബ് അപ്പാരറ്റസും ലാബ് ഫെസിലിറ്റീസ് ഈവൻ മാനിക്യൂൻസ് ആയിക്കോട്ടെ എല്ലാം അവർ കറക്റ്റാക്കി വെച്ചിരിക്കുന്നത്. സോ സ്റ്റുഡൻസിന് ആ ഒരു ഡിസിപ്ലിൻഡായിട്ട് ലാബ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്, അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഒരു ലാബിൽ നമുക്കത് കാണാനായിട്ട് സാധിച്ചു. സോ മറ്റ് ലാബുകളെല്ലാം വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഫ്ലോറുകളിലായിട്ട് തന്നെയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞു. നമുക്കിതിൻ്റെ കുറച്ച് സ്റ്റുഡൻസിനെ ഇനി കാണാം. അതുമാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ബിഹൈൻഡിലേക്ക് വരുമ്പോഴാണ് ക്യാമ്പസിനകത്തെ ഹോസ്റ്റൽ സർവീസും അതേപോലെ തന്നെ ചാപ്പലിൻ്റെ കാര്യം പറഞ്ഞത്, ചാപ്പലും അവൈലബിൾ ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഭാരതി കോളേജിൽ പഠിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. എന്താണ് പേരെന്താണ്? തീർത്ഥ. നാട്ടിലെവിടെയാ? തൃശ്ശൂർ. സോന, ഇടുക്കിന്ന്. ഓക്കെ. സോ നിങ്ങൾ ഏത് ഇയർ ആണ്? ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലേ? ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് ഈ കോളേജിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ ഈ കോളേജിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ചേച്ചിയോടെ പഠിച്ചായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഞാൻ അറിയണം. ഓക്കെ. ഫേസ്ബുക്ക് വഴിയായിരുന്നു. എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് അറിഞ്ഞത്. റിലേറ്റീവ് വഴിയായിരുന്നു അല്ലേ? ചേച്ചി ഇപ്പോൾ എവിടെയാ? ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ? ബാംഗ്ലൂരാണോ? ബാംഗ്ലൂർ തന്നെ വർക്ക് ചെയ്യുവാണ്. ഓക്കെ. എനിക്ക് വേറൊരു ചോദ്യം ഉള്ളത്, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ വന്നിട്ട്, ഇപ്പോൾ വന്നതിൻ്റെ ബേസിസിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾക്ക് ഏറ്റവും കിട്ടിയ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്തുവാ? ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഹോസ്റ്റലിലൊക്കെ ഉള്ള മെമ്മറീസ് കുറേ ഉണ്ട്. ഹോസ്റ്റൽ പോയായിരുന്നു, വണ്ടർലയിൽ പോയായിരുന്നു. അത് നല്ല എക്സ്പീരിയൻസ്. ബാംഗ്ലൂർ വണ്ടർലയിൽ. ഓക്കെ. എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ലാം ലൈറ്റിംഗ് സെറിമണി നല്ലതായിരുന്നു. പ്രോഗ്രാംസ് ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതിൽ എല്ലാം പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു ഫാമിലി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. അതെന്താണ് അടുത്ത നെക്സ്റ്റ് ഒരു 3 ഇയേഴ്സും കൂടെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? പറ്റും. ഓക്കെ. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. നന്നായിട്ട് പഠിക്കുക, നല്ല നേഴ്സസ് ആയിട്ട് വരിക. ഓക്കെ. Hi all, we got some students who studies in this particular college. Hi all. Hello, Yeah, sir. hello. What's your name? Mishara Chetri. Yeah, where you belong to? I'm from Darjeeling, West Bengal. Okay, from Darjeeling. Great. My name is Aruti Beg. I'm from West Bengal, Darjeeling. Okay. My name is Sampriti. I'm from West Bengal. Okay. My name is Ishita Acharya. I'm coming from West Bengal. Okay. So you 4 from West Bengal in same particular location or different? Different locations. Yeah. So like I have another question. How did you know about this particular college? My already sister is study here, so that's why I got some knowledge about this college. Okay. That I want to interested to join. That I'm coming here. Okay. Yeah. My brother suggests this college. Okay. My agent suggests this college. Agent suggested. My agent. Okay. So for you both actually like your family recommended, right? Yes. Okay. So your brothers or sisters were satisfied, right? Yes. Yeah. So how is your life going on here? It's better
characterize this college for study purpose is very nice, and class is not off. Every class is nice. Teachers also nice here. That's why study purpose is best college in this Bharati college. Okay. So like I have another question. Like which is your favorite moment or like favorite something in this particular campus? Our lamp lighting. Lamp lighting ceremony. Lamp lighting Okay. ceremony. Then anything else? Christmas Christmas celebration. celebration. Okay. Lamp lighting ceremony and Christmas celebration was good. So like how okay. So how was actually that experience while you take oath and all? It was good. Nice. It was nice. Their study also is good in togetherly we are doing groups and studying Okay. and making some project works. Okay. Its benefits. Okay, perfect. So I have another general question. So like what about the particular climate over Bangalore? This climate is very nice because the weathers and compared to the West Bengal to Bangalore, this Kannada weathers is very nice. Nice. Okay. Thank you so much. Be a good nurse, like be a blessed nurses. Okay, thank you. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ കോളേജിൽ നിരവധി മലയാളി ഫാക്കൽറ്റീസിനെ കാണാനായിട്ട് ഇടയായി. അപ്പോൾ അതിൽ ഒരു ഫാക്കൽറ്റി ഒരു മാമിനെ പരിചയപ്പെടുവാണ്. ഹായ്, എന്താണ് പേര്? സുബി. എവിടെയാണ്? നാട്ടിലെവിടെയാണ്? പത്തനംതിട്ടയിൽ. സോ ഇവിടെ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ ഞാനിപ്പോൾ 2 years ആവാറായി. 2 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. നവംബർ 2 years. ഓക്കെ. എങ്ങനെയാണ് സ്റ്റുഡൻസ് എങ്ങനെയുണ്ട് സ്റ്റുഡൻസുമായിട്ടുള്ള പഠിപ്പീരും കാര്യങ്ങളൊക്കെ? ഓക്കെ, ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനും ഒരു സ്റ്റുഡൻറ് ബേസിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ജോലിക്ക് കയറിയതല്ലേ. പക്ഷേ സ്റ്റുഡൻസ് വരുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെയാണ്. പിന്നെ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് ചോദിച്ചല്ല, വളരെ ഫ്രണ്ട്ലി ആണ്. ബട്ട് അവർ അവരുടെ ലിമിറ്റ് വിട്ടിട്ടെങ്കിലും പോകുന്നില്ല. നല്ല സ്റ്റുഡൻസ് ആണ്. ഗേൾസ് ഓൺലി ആയതുകൊണ്ട് തന്നെ ഗേൾസ് വളരെ പഞ്ച്വലാണ്. എല്ലാ റൂൾസും ഫോളോ ചെയ്ത് തന്നെ അവർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പെട്ടെന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നല്ല കുട്ടികളാണ്. എല്ലാം മനസ്സിലാക്കി എടുക്കുന്ന കുട്ടികളാണ്. നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആക്ച്വലി ഇപ്പം സ്റ്റുഡൻസ് ഫാക്കൾട്ടി റിലേഷൻഷിപ്പ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഒരു പോയിന്റ്. അതായത് അവിടെയാണ് ലൈക്ക് ആ സ്റ്റുഡൻസിനെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ 4 വർഷം എന്ന് പറയുന്ന ഒരു ലോങ് ഡ്യൂറേഷനിൽ കൊണ്ടുവന്നത്. സോ ഒരു എങ്ങനെയാണ് ഒരു ഈ അനിയത്തിമാർക്ക് ചേച്ചിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ ഒരു ടീച്ചറിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഫാക്കൾട്ടിയേക്കാൾ ഉപരി? നമ്മൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതായത് ഒരു മോർ ദാൻ എ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡന്റ് അതിനേക്കാളും നമ്മൾ അവരുടെ സീനിയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ സീനിയർ തന്നെ അല്ലേ, ഇവിടെ തന്നെ പഠിച്ചു ജോലി ചെയ്യുന്ന കുട്ടിയാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് അവരെന്നെ മോർ ദാൻ എ സ്റ്റാഫ് അവരൊരു സീനിയർ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പം ആഫ്റ്റർ ദ ക്ലാസ് അവര് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു ഇത് പേടിയില്ലാണ്ട് അവർ വന്ന് ചോദിക്കുകയും അവരെല്ലാം മനസ്സിലാക്കി എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഫ്രണ്ട്ലി നേച്ചറിൽ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിരവധി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നും അങ്ങനെയുള്ള റെസ്പോൺസ് കണ്ടു മാമിൻ്റെ അടുത്ത്. സോ അതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ഭാരതി സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ അക്കാഡമിക് ഡയറക്ടർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ എന്താണ് പേരെങ്ങനെയാണ്? ശരത്. ഓക്കെ സാറേ, നമുക്ക് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം? ഓക്കെ ഫൈൻ. ഓക്കെ, സോ ഞാൻ ആദ്യമേ കോളേജിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ ഭാരതി കോളേജ് ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ് കോളേജിൻ്റെ പേര്. നമുക്കിവിടെ എല്ലാ നഴ്സിംഗ് പ്രോഗ്രാംസും ഉണ്ട്. BSc, GNM, പോസ്റ്റ് BSc, MSc എല്ലാ നഴ്സിംഗ് പ്രോഗ്രാംസും ഇവിടെ ഉണ്ട്. നമ്മൾ തന്നെയാണ് എക്സാം സെൻറ്റേഴ്സും. ഓക്കെ, സ്റ്റുഡൻസ് ഒന്നും വെളിയിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ സെൻറ്റർ തന്നെ നമ്മൾ തന്നെയായിരിക്കും സെൻറ്റർ. മറ്റുള്ള 2-3 കോളേജുകളിൽ കൂടിയും നമ്മൾ കോളേജ് വന്നിട്ട് എക്സാം എഴുതാറുണ്ട്. സോ നമ്മൾ തന്നെ ഓൺ സെൻറ്റേഴ്സായിട്ട് നിൽക്കുന്നത്. 2003 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജാണിത്. സോ 2000 അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ജോയിൻ ചെയ്യുന്ന പിള്ളേരുടെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കോളേജ് എന്ന് അവകാശപ്പെടത്തക്ക രീതിയിലുള്ള അത്രയും ഒരു പാരമ്പര്യമുള്ള ഒരു കോളേജാണിത്. സോ ഞങ്ങളവിടെ വരുമ്പോൾ പിള്ളേർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ. സോ അത് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവരൊന്നും ഇല്ലാതുള്ള സമയത്ത് തന്നെയുള്ള സ്റ്റാർട്ട് ചെയ്തൊരു കോളേജാണിത്. സോ അന്ന് തൊട്ട് അത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് നിലനിൽക്കുക എന്നത് തന്നെ ഒരു വലിയൊരു ഒരു അച്ചീവായിട്ടാണ് ഞങ്ങൾക്ക് പേഴ്സണലി മനസ്സിലാകുന്നത്. ഓക്കെ ഫൈൻ. സോ ഇവിടുത്തെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ചെയ്യുന്നത് നമുക്കിപ്പം BSc ആയിരിക്കും, GNM ആയിരിക്കട്ടെ, നമുക്ക് ക്ലിനിക്കലും അതേപോലെ തന്നെ തിയറി ക്ലാസ്സും. സോ രണ്ടും പാരലി നമുക്ക് പോകുന്നത്. നമുക്കിവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് ഫസ്റ്റ് ഇയറിൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു 3 to 4 month മാക്സിമം 6 monthsനകത്ത് തന്നെ GNM നമ്മൾ കംപ്ലീറ്റ്ലി പോർഷൻസ് എല്ലാം നമ്മൾ കവറപ്പ് ചെയ്യും. സോ അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മൾ ത്രൂ ഔട്ട് വരുന്ന ഒരു 4 to 5 months വരെ നമ്മൾ കണ്ടിന്യൂസ് പിള്ളേരെ പോസ്റ്റിങ്ങിനായിരിക്കും പറഞ്ഞയക്കുന്നത്. സോ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ അല്ലാതെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഫണ്ടമെൻ്റൽ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, അത് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മൾ പോസ്റ്റിംഗ് കൊടുക്കും. പക്ഷേ ഞങ്ങൾ അതിൻ്റെ അകത്തൊരു ഡ്രോബാക്ക് കണ്ടത് ഈ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് പിള്ളേർക്കൊന്നും പഠിക്കാൻ വേണ്ടി കിട്ടുന്നില്ല. സോ പ്രത്യേകിച്ച് ഈ ക്ലിനിക്കലിലൊക്കെ നമ്മളിപ്പോൾ ആ ഒരു
15 days 20 days 1 month ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പിള്ളേരെ സംബന്ധിച്ച് അത് ടച്ച് മനസ്സിലായി. പിന്നെ പ്രാക്ടിക്കൽ എക്സാം എത്തുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ടച്ച് അങ്ങ് വിട്ടുപോകും. സോ പിള്ളേർ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. സോ അതിൻ്റെ ബേസ് നമ്മളിപ്പം ചെയ്യുന്നത് ആദ്യത്തെ ഒരു 6 month കൊണ്ട് തിയറി പോർഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് 4 to 5 months വരെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങും അതിനെ തുടർന്ന് തിയറി നമ്മൾ വീണ്ടും ഒരു റിവിഷൻസും എക്സാംസൊക്കെ ആയിട്ട് വീണ്ടും അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കും. സോ അങ്ങനെയാണ് നമ്മൾ GNMത്തിൻ്റെ പോകുന്നത്. BSc ആണെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെമസ്റ്റർ വൈസ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞൊരു സിസ്റ്റം BScക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ അതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഒരു 4 months നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇവരുടെ സിലബസ് പ്രകാരം പറയുകയാണെങ്കിൽ 1 monthൻ്റെ പോസ്റ്റിംഗ് മാത്രം മതി ആക്ച്വലി ഫസ്റ്റ് സെമസ്റ്ററിൽ. സെക്കൻഡ് സെമസ്റ്റർ കുറച്ചുകൂടിയും പോസ്റ്റിംഗ് നമ്പേഴ്സ് കൂടും. സോ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കുറച്ച് പോർഷൻസ് കൂടി അതിനകത്ത് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഇപ്പം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിന് 4 സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി കാണും. അതിനകത്ത് 2 സബ്ജക്റ്റിൻ്റെ എക്സാം മാത്രമേ ഫസ്റ്റ് സെമസ്റ്റർ കാണത്തുള്ളൂ. പക്ഷേ ഈ ബാക്കി വരുന്ന 2 സബ്ജക്റ്റിൻ്റെ എക്സാം വരാൻ വേണ്ടി പോകുന്ന സെക്കൻഡ് സെമസ്റ്ററിലാണ്. സോ നമ്മൾ ആ കണ്ടിന്യൂറ്റി ക്ലാസ് എടുക്കും. എന്നിട്ട് സെക്കൻഡ് സെമസ്റ്ററോട്ട് വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ തേർഡ് സെമസ്റ്റർ തൊട്ടിട്ട് ഇത് തന്നെ നോർമലി നമ്മുടെ ക്ലാസ്സും അതേപോലെ തന്നെ ഇതുമായിട്ട് അങ്ങ് പോകും, ക്ലിനിക്കലായിട്ട് അങ്ങ് പോകും. പിന്നെ ലാസ്റ്റ് 6 month കണ്ടിന്യൂസ് അവർക്ക് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ആയിരിക്കും ഇപ്പോഴത്തെ പുതിയ സിലബസ് പ്രകാരം വരുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പിള്ളേർ ട്രെയിനിങ് എല്ലാം എടുക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ അപ്പോളോ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. നമുക്കിവിടെ 3 അപ്പോളോ ഹോസ്പിറ്റലാണ് ബാംഗ്ലൂർ സിറ്റിക്കകത്തുള്ളത്. ഒന്ന് ശേഷാദ്രിപുരം, ജയനഗർ ആൻഡ് ബെന്നാർഘട്ട. ഇതിനകത്ത് ബെന്നാർഘട്ടയാണ് വലിയ ക്യാമ്പസ്. മറ്റേ 2 സിറ്റിക്കകത്താണ്. പേഷ്യൻസ് ഒത്തിരി ഉണ്ട്, പക്ഷേ വലിയ ക്യാമ്പസ് അല്ല, നോർമൽ ക്യാമ്പസാണ് ഈ 2 ഹോസ്പിറ്റലിലും, ജയനഗർ അപ്പോളോയും ശേഷാദ്രിപുരം അപ്പോളോയും. സോ ഈ 3 ഹോസ്പിറ്റൽ നമ്മൾ പിള്ളേരെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പിള്ളേരെ വിടുന്നത്. സോ അതുകൊണ്ട് പിള്ളേർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മളിപ്പം ഈ 60 പിള്ളേരും കൂടി ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലോട് കയറി ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത്രയും പഠിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു പേഷ്യൻസ് ചുറ്റും 5-6 പിള്ളേർ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഫിസിക്കൽ എക്സാമിനേഷൻസ് തൊട്ട് ഇതൊന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു അപ്പോളോ ഹോസ്പിറ്റൽ നമ്മൾ ചിലപ്പോൾ 20 പിള്ളേരായിരിക്കും വിടുന്നത്, ചിലപ്പോൾ 10 പിള്ളേരായിരിക്കും വിടുന്നത്. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പിള്ളേരെ പല ഹോസ്പിറ്റലോടും പറഞ്ഞയക്കുന്നത്, ഈ 3 അപ്പോളോ ഹോസ്പിറ്റലോട് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഈ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്നൊരു ടോപ്പിക്ക് ഫസ്റ്റ് ഇയറിൽ അവർക്ക് പഠിക്കാനുണ്ട്. സോ ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുവാണ്. ലൈക്ക് ആ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന ടോപ്പിക്കിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ചിലപ്പം പ്രസ് ചെയ്യേണ്ടി വരും, പാൽപിറ്റേഷൻ ചെയ്യേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. സോ ഒരാൾ ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അടുത്ത ആൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേഷ്യൻ്റ് അനുവദിക്കത്തില്ല. കാരണം നമ്മളും പേഷ്യൻ്റായിരിക്കുമ്പം ഒരു ഫിസിക്കൽ എക്സാംസ് നമ്മൾ അനുവദിക്കും. സെക്കൻഡ് ടൈം നമ്മൾ അത്രയും പ്രൊമോട്ട് ചെയ്യത്തില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് വിടുന്നത് കൊണ്ട് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് പിള്ളേർക്ക് ഇൻഡിവിജ്വലി കിട്ടുന്നത്. യെസ്, അതൊരു ഹൈലൈറ്റിംഗ് ആയൊരു കാര്യമാണ്. കാരണം മറ്റ് പല സ്ഥലങ്ങളിലും ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. വളരെ ഇപ്പം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് വിടുന്നത് കൊണ്ടാണ് പിള്ളേർക്ക് ഇത്രയും ഒരു എക്സ്പോഷേഴ്സ് കിട്ടുന്നത്. സോ നമ്മൾ പിള്ളേർ എന്താ പറയുക ഏകദേശം ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്ക് തന്നെ ലൈക്ക് ഹോസ്പിറ്റലിൻ്റെ ബേസിക്സ് എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിരിക്കും. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻസ്, അതായത് നമ്മൾ IV സെറ്റ് കണക്ട് ചെയ്യുന്നതും അതേപോലെ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതും മെഡിസിൻസ് കൊടുക്കുന്നത്, അതേപോലെ നഴ്സിംഗ് കുറേ പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം സെക്കൻഡ് ഇയർ തൊട്ട് ഈ പിള്ളേർ നമ്മളുടെ സ്റ്റുഡൻസ് എല്ലാം ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക്, അതായത് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് കുഞ്ഞുങ്ങൾ മാറാറുണ്ട്. സോ അതൊക്കെ പിള്ളേർക്ക് ബെനിഫിറ്റാണ്. സോ ഇതിൻ്റെ എല്ലാം ഔട്ട്കം അവർ കാണുന്നത് വൺസ് ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയത്ത്. ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന ഒന്ന് ആദിത്യ ബിർളയുടെ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു, പിന്നീട് ഒന്ന് വന്നത് ഡൽഹി മാക്സ് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. സോ അവരൊക്കെ ഞങ്ങൾക്ക് തന്നൊരു സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും ഫ്രഷേഴ്സ് ആയിട്ടല്ല അവർ കൺസിഡർ ചെയ്യേണ്ടി പറ്റുന്നത്, അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. സോ അവർ പ്രിപ്പയർ ചെയ്ത് വരുന്ന പല ക്വസ്റ്റ്യൻസ് ഒരു ഫ്രഷേഴ്സിന് ഫേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും. പക്ഷെ നമ്മളെ സ്റ്റുഡൻസ് അതിനെയും ഓവർകം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് വന്നിട്ടുണ്ട്. കാരണം ഇത് കണ്ടിന്യൂസ് പോസ്റ്റിങ്ങും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് പിള്ളേർ വെച്ചിട്ടാണല്ലോ പോസ്റ്റിംഗ് പോകുന്നത്. അതുകൊണ്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നീട് ലീവിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നോർമൽ ലീവ് വരുന്നതൊക്കെ ക്രിസ്മസ് വെക്കേഷനാണ് ഒരു മെയിൻ വെക്കേഷനായിട്ട് വരുന്നത്. ഓണം നോർമലി ചില സമയത്ത് കിട്ടുക, അത് പിള്ളേരുടെ ലക്ക് പോലെയാണ്. കാരണം ഓണം ഒരു കേരളീയ ഉത്സവമാണല്ലോ, അതുകൊണ്ട് ലൈക്ക് കർണാടകയിൽ അതിൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ എക്സാമിൻസിന് ടൈമാണ് നമ്മൾ ലീവ് കൊടുക്കത്തില്ല. അല്ല എക്സാമിൻ്റെ സമയത്തല്ല വരുന്നതെങ്കിൽ നമ്മൾ
ഓണത്തിന് ചെറിയൊരു ലീവ് കൊടുക്കും, ഈസ്റ്ററിന് ലീവ് കൊടുക്കും, ഒരു സെമസ്റ്റർ ബ്രേക്ക് കൊടുക്കും. സോ ലീവിൻ്റെതെല്ലാം പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത്. അത് നമ്മൾ നേരത്തെ തന്നെ പിള്ളേരെ അനൗൺസ് ചെയ്യും. നമുക്കിവിടെ ഇപ്പം ഈ വർഷം തൊട്ട് നമ്മൾ ഓൾറെഡി വരുന്ന അക്കാഡമിക് ഇയറിന് വേണ്ടിയുള്ള ഒരു കലണ്ടർ റെഡിയാക്കിയിട്ടുണ്ട്. സോ ആ കലണ്ടറിൻ്റെ ബേസ് നമ്മൾ ആദ്യമേ നമ്മൾ ഓർത്തത് നമുക്ക് സ്റ്റുഡൻസിൻ്റെ പേരൻസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്ക് വരാനും പോകാനുള്ള ടിക്കറ്റൊക്കെ പേരൻസ് നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ വിടുന്നതെല്ലാം ഈ ഫെസ്റ്റിവൽ സീസൺ സമയത്ത് വിടുന്നത്, ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതൊക്കെ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വർഷം തൊട്ടിട്ട് ഒരു അക്കാഡമിക്സ് ഈവൻറ്റ്സ് എല്ലാം പേരൻസിനും കൂടി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ വർഷം തൊട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് ആബ്സെൻ്റ് ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന പോലെ തന്നെ ലൈക്ക് ഇമ്മീഡിയറ്റ്ലി പേരൻസ് ഇൻഫർമേഷൻ പോകും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ സ്റ്റുഡൻസ് വെൽഫെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ് കാര്യങ്ങൾ. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ നമുക്ക് റൂമിനകത്ത് 4, 6, 8 ഈ റേഷ്യോ ആയിട്ടായിരിക്കും വരുന്നത്. വളരെ ഒരു മെജോറിറ്റി റൂമിനകത്തും 4 പേരും 6 പേരായിട്ടും വരും. അത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും. പുതിയ ഹോസ്റ്റലോട്ട് നമ്മൾ മാറ്റുന്നത്. നമ്മൾ പഴയ ഹോസ്റ്റലിന് കുറച്ച് ലൈക്ക് എന്താ പറയുക, ഇത് 2003 തൊട്ടുള്ള കോളേജാണല്ലോ. സാധാരണ പണ്ടത്തെ സ്റ്റൈല് ബിൽഡിങ്ങും ലൈക്ക് പണ്ടത്തെ ആ സെറ്റപ്പ് ആയതുകൊണ്ട് ഇപ്പം വരുന്ന ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ അങ്ങനെ കുറച്ച് ഡീമെറിറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മളത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്യാമ്പസിനോട് തൊട്ട് തന്നെ ലൈക്ക് ക്യാമ്പസിനകത്ത് തന്നെ എന്ന് പറയും, ആ രീതിയിൽ നമ്മളൊരു ഹോസ്റ്റൽ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അന്നേരം അതുകൂടി നമുക്കത് ഇത്തവണ അത് എന്താ പറയുക ഓർക്കം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മലയാളി ഫുഡാണ് കൊടുക്കുന്നത്. ലൈക്ക് കേരള നമ്മൾ കുത്തരി ചോറ് കൊടുക്കും ഉച്ചയ്ക്കും വൈകിട്ടും. നോർത്ത് ഇന്ത്യൻ പിള്ളേർക്ക് വൈകിട്ട് അവർക്ക് ചപ്പാത്തിയാണ് കൂടുതൽ പ്രിഫറൻസ്. അവരെ സംബന്ധിച്ച് അവർക്ക് ചപ്പാത്തിയും 2 കിഴങ്ങും ഉള്ളിയും കിട്ടുകയാണെങ്കിൽ അത് മതി. അവരുടെ ഫുഡ് പാറ്റേൺ അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ മലയാളി സ്റ്റുഡൻസ് നമ്മളല്ലാതെ ഇപ്പോൾ സൺഡേ ആണെങ്കിൽ കഞ്ഞിയും പയറും കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ബാക്കി ഡേയ്സ് ചോറും ഒരു കറിയും തോരനും അങ്ങനെ എന്തെങ്കിലും കാണും. മോർണിംഗ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി, ചപ്പാത്തി, ഒന്നുകിൽ നമ്മുടെ സാധാരണ ദോശ, പിന്നെ ഗോതമ്പ് ദോശ, ഉപ്മാവ്, പിന്നെ ഒരു ദിവസം നമ്മുടെ കർണാടക സ്റ്റൈൽ ഫുഡ് കാണും. അത് ഈ പുലാവ് എന്ന് കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. പുലാവ് അതെന്ന് നല്ല ടേസ്റ്റാണ്. അതായത് നമ്മളെ മസാലയ്ക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു റൈസാണ്. അത് ഒരു ദിവസം അതായിരിക്കും കൊടുക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഫോൺ ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോൺ ടൈം നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പണ്ട് കുറേ റെസ്ട്രിക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വൈകിട്ട് 5 to 8 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ പുതിയ സിലബസിനകത്ത് ഇവർക്ക് സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി തന്നെ ചില ആപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അതുകൂടി പഠിക്കത്തക്ക രീതിയിൽ കുറച്ചുകൂടി ടൈം എക്സ്റ്റൻഷൻ ഈ വർഷം തൊട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന പിള്ളേർക്ക് അത് ബാധകമായിരിക്കും. കാരണം അവരുടെ സിലബസിനകത്ത് ഇപ്പോൾ സെൽഫ് സ്റ്റഡിയും അതായത് യൂണിവേഴ്സിറ്റിൻ്റെ അപ്ലിക്കേഷൻസും എല്ലാം കൊടുത്തത് കൊണ്ട് അതിനോട് കുറച്ച് പഠിക്കാൻ പിള്ളേർക്ക് കാണും. സോ കോളേജ് ടൈം യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് കുറച്ചും ടൈം കൂട്ടി കൊടുക്കും. അത് കഴിഞ്ഞാൽ 9 o'clock ആകുമ്പോഴത്തേക്കും പിള്ളേർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഫോൺ വാർഡൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം അവർ പോയി റെസ്റ്റ് എടുക്കേണ്ടത്. പിന്നെ ബാക്കി 9 o'clock വരെ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് ഫുൾ ടൈം ഫോൺ ടൈമായിട്ട്. ഫുൾ ടൈം രാത്രി ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ ബേസിക്കലി. പിന്നീട് ഔട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ഡേ ഔട്ടിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന 2 സ്ട്രാറ്റജിയിലാണ് കൊടുക്കുക. ഒന്ന്, നമ്മൾ സൺഡേസിൽ ഒട്ടുമിക്ക പിള്ളേരും ക്രിസ്ത്യൻസ് ആണ്. ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് പള്ളിയിൽ പോകേണ്ട പിള്ളേർ കാണും. ചില ഹിന്ദു പിള്ളേരാണ് അവർ ടെമ്പിളിൽ പോകും. സോ അങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെതായ ടൈമിൽ തന്നെ പിള്ളേർ കഴിയുന്നതും ഷോപ്പിംഗ് ചെയ്ത് വരാൻ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത്. അതല്ല മറ്റെന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ പ്രസൻസോടെയോ അതല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്തോടെ തന്നെയായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിനോ മറ്റു കാര്യം എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഉണ്ടെങ്കിൽ വിടുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മളെ കോളേജിൻ്റെ ബസ് തന്നെയായിരിക്കും പിള്ളേരെ ഷോപ്പിങ്ങിനായിട്ട്. കാരണം അവർക്ക് സ്ഥലങ്ങൾ അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. എന്നാൽ നമ്മളെ കോളേജിൻ്റെ വണ്ടിയിൽ തന്നെ ഇപ്പം ഡിമാർട്ട് അതേപോലെ ഷോപ്പിംഗ് മാൾസ് കാണുമല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ അവർക്ക് എല്ലാ സാധനങ്ങളും ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ കിട്ടും. സോ അവിടെ ഡിമാർട്ട് എന്ന് ഇവിടെ നമുക്ക് തൊട്ടടുത്താണ് ഡിമാർട്ട് ഉള്ളത്. അവിടെ നമ്മുടെ കോളേജിൻ്റെ വണ്ടി തന്നെ കൊണ്ടുപോയിട്ട് അവർ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരും. ഫസ്റ്റ് ഇയർ മാത്രമേ ഫെസിലിറ്റി കൊടുക്കുന്നുള്ളൂ, കാരണം അവർക്ക് സ്ഥലങ്ങൾ അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, അതുകൊണ്ടൊക്കെ. സെക്കൻഡ് തൊട്ട് അവർ യൂസ്ഡ് ആണ്. അവർ നമ്മളെക്കാൾ നന്നായിട്ട് അവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ ഔട്ടിങ്ങിനെ കുറിച്ചൊക്കെ
പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഇതൊരു ആക്ച്വലി ഒരു ക്രിസ്ത്യൻ ചാപ്പൽ ഇതിനകത്ത് കാണാനായിട്ട് ഇടയായി. അതെ. അപ്പം ഹോളിസ്റ്റിക് ഗ്രോത്തിന്, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ക്യാമ്പസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? നമ്മൾ പണ്ട് ഇപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടാണ്. അതിന് മുമ്പേ ആയിരുന്നു നമ്മളിവിടെ ഒരുമിച്ച് എല്ലാ പിള്ളേരും രാവിലെ വന്ന് അസംബ്ലി ഉണ്ട്. അസംബ്ലിക്കകത്ത് നമ്മളൊരു പ്രാർത്ഥിക്കും, ഒരു ബൈബിൾ വാക്യങ്ങൾ വായിക്കും. കാരണം ക്രിസ്ത്യൻ ആ ഇതിൽ തന്നെ അവർ കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലൈമറ്റ് വന്ന് ഇതിനിടയ്ക്ക് കേട്ട് കാണല്ലോ, അതിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. സോ അങ്ങനെ അതിനുശേഷം നമ്മളതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ബേസ് ആക്കി മാറ്റി. ഇപ്പം ക്ലാസ്സിൽ നമ്മൾ പിള്ളേരെ ഒരു ബൈബിൾ കാണും, അതിനെ ബൈബിളിൻ്റെ വാക്യങ്ങൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ലൈക്ക് അത് ക്ലാസ് വൈസ് ആയിട്ട് എല്ലാ ദിവസങ്ങളിലും പോകും. പിന്നെ അത് മാത്രമല്ല, ഈവനിങ്ങിൽ ഇപ്പോൾ അവർക്ക് ചർച്ചയിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ക്യാമ്പസിനകത്ത് തന്നെയാണല്ലോ. സോ ഈ ക്യാമ്പസിനകത്ത് അവർക്ക് ഫ്രീഡം ഉണ്ട്, വെളിയിലോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ക്യാമ്പസിനകത്ത് അവർക്ക് ചാപ്പലിൽ പോയിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഒത്തിരി പിള്ളേർ, എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എക്സാം സമയത്തൊക്കെ മിക്ക പിള്ളേരും ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഒത്തിരി ഞങ്ങൾ കാണാറുണ്ട്. സോ വളരെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് സർ ആക്ച്വലി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതായത് ഒരു പേരൻറ്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ ഇനി ഡേറ്റ ഇനി കേട്ടേണ്ട ആവശ്യകതയില്ല. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കോളേജ് ബ്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് നടന്നു വരുമ്പോഴത്തേക്കാണ് ഇവിടെ നമുക്ക് ലേഡീസ് ഹോസ്റ്റൽ കാണാം. നേരത്തെ സാറ് പറഞ്ഞിരുന്നല്ലോ, ലേഡീസ് ഹോസ്റ്റൽ അതിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഇവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. വളരെ നാടൻ ഫുഡ് എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ നാടൻ ഫുഡ്. നല്ല ഇന്ന് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കുത്തരിച്ചോറും പയറ് തോരനും സാമ്പാറും ഒക്കെ കൂടെ ഉള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, നല്ല അടിപൊളി വീട്ടിൽ നിന്ന് കഴിക്കുന്ന തരത്തിലെ ഭക്ഷണമാണ് ഇന്ന് ഇവർക്ക് കൊടുക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ചാപ്പൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാപ്പൽ ഒന്ന് കാണാം. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഉള്ള ആ ചാപ്പലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ക്യാമ്പസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ചാപ്പൽ അവർ വെച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ഓർത്തഡോക്സ് സഭയുടെ ക്രമപ്രകാരമുള്ള സർവീസസും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. വളരെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടിലെ ഒരു ചർച്ചിൽ പോകുന്ന അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ ഇൻഫ്രാസ്ട്രക്ചറിൽ അതേ ഡിസൈനിൽ തന്നെയാണ് അവർ ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. 1-2 തെങ്ങൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് നാടിൻ്റെ ആ ഒരു ഫീല് കിട്ടി. സോ ഇവിടുത്തെ സ്റ്റുഡൻസ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികളെല്ലാം ഇവിടെ തന്നെ താമസിക്കുന്നത് കൊണ്ട് അവർ പലപ്പോഴും ഈവനിങ്സും എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് അധികം പ്രസൻസ് കിട്ടാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ചർച്ച് ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷന് ബ്ലെസ്സിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഭാരതി സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ കുറേ വിശേഷങ്ങൾ കാണാനായിട്ട് സാധിച്ചു. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ കാണാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? നിലവിൽ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാനിടയായി. ഇനി ഞാൻ ആക്ച്വലി ഇതിൻ്റെ കുറച്ചൊന്ന് പോയിൻറ്റ്സ് നിങ്ങൾക്ക് എടുത്ത് പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ കോളേജിനെ കുറിച്ച് നമ്മൾ അടുത്തറിയേണ്ടതെന്ന്. ഓക്കെ, 1, അഫോർഡബിൾ ഫീസോട് കൂടെ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജ്. 2, ഇതൊരു ഫീമെയിൽ ഒള്ളി കോളേജാണ്. നേഴ്സിങ്ങിന് പെൺകുട്ടികൾക്ക് മാത്രം സീറ്റ് ആണ് നിലവിലുള്ളത്. ഓക്കെ. 3 വന്നിട്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ കേരള മാനേജ്മെൻ്റ് ആണ്. സോ മലയാളികൾ നടത്തുന്നതായിട്ടുള്ള, മലയാളികൾ ആയിരിക്കുന്നതായിട്ടുള്ള ഒരു ക്യാമ്പസാണ്. സോ നമുക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. 4, അത് കഴിഞ്ഞിട്ട് കേരള ഫുഡ് തന്നെയാണ് ഹോസ്റ്റലിലും അതേപോലെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒരു കേരള കുസൈനാണ് കൊടുക്കുന്നത്. നമുക്ക് നാടൻ രീതിയിലുള്ള പല ഭക്ഷണങ്ങളാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. പിന്നെ പ്രിൻസിപ്പൾ വന്നിട്ട് ഒരു സിസ്റ്ററാണ്. സോ സിസ്റ്ററിൻ്റെ ആ ഒരു ഡിസിപ്ലിനും അല്ലെങ്കിൽ ആ ഒരു പഞ്ച്വാലിറ്റിയും എല്ലാം സ്റ്റുഡൻസിനും സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത് ഇവർ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ സ്കൂൾ ഓഫ് നേഴ്സിംഗ് അല്ലെങ്കിൽ കോളേജ് ഓഫ് നേഴ്സിങ്ങിനെ കുറിച്ച് എടുത്ത് പറയേണ്ട പോയിന്റ്സ്. ഇനി നമുക്കിതിൻ്റെ ആക്സസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇത് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നീലമംഗലയാണ്, ബാംഗ്ലൂർ നീലമംഗലയിലാണ് ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത്. സോ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ രീതിയിൽ എങ്ങനെ വരാമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ട്രെയിനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ KSR അല്ലെങ്കിൽ മജസ്റ്റിക്കിൽ വന്ന് ഇറങ്ങുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ മെട്രോ എടുക്കാം. ഓക്കെ, അവിടെ നിന്ന് നേരെ മെട്രോ എടുത്ത് നാഗസാൻഡ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മെട്രോയിലേക്ക് വരാം. കുറച്ച് സമയത്തിനകത്ത് അവിടെ എത്താനായിട്ട് സാധിക്കും. അവിടെ നിന്നും ജസ്റ്റ് 15 മിനിറ്റ് മാത്രം യാത്രയുള്ളൂ ഈ ഒരു പർട്ടിക്കുലർ കോളേജിലേക്ക്. 1, ഇനി നിങ്ങൾ ബൈ റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വാഹനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബാംഗ്ലൂർ നീലമംഗല തുംകൂർ ഹൈവേ വരുന്നത്. ഒരു 6 ലൈൻ റോഡ് വരുന്നത്, സർവീസ് റോഡും ഒക്കെ കൂടെ ഉൾപ്പെട്ട് 6 ലൈൻ റോഡ് വരുന്നത്. സോ അതും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് എടുത്ത് എൻ്റർ ചെയ്താൽ മാത്രം മതി. അതും വളരെ ആക്സസിബിലിറ്റിയാണ്. 3,
നിങ്ങളിനി ഇതല്ല, ഇനി ബൈ ബസ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, നാട്ടിൽ നിന്നും ബൈ ബസ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ നിന്നുള്ളവർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ് വന്നിറങ്ങുന്നത്. സോ അവിടെ നിന്നും വരുന്നവരും കെങ്കേരി മെട്രോയിൽ നിന്നും കയറി മെട്രോ സ്വിച്ച് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാഗസാൻഡ്ര മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി 15 മിനിറ്റ് ദൈർഘ്യം. ഇനി അതല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണെങ്കിൽ, ഇപ്പോൾ മടിവാള വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരും ഇതേപോലെ തന്നെ മജസ്റ്റിക്കിൽ വന്ന് നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി അത് മാത്രമല്ല, KSRTC തുംകൂരിലേക്കുള്ള KSRTC എല്ലാം എപ്പോഴും മജസ്റ്റിക്കിൽ നിന്നും അല്ലെങ്കിൽ ശാന്തിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും എപ്പോഴും അവൈലബിൾ ആണ്. സോ ആക്സസിബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും വിഷമിക്കേണ്ടതായിട്ടില്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻസിന് വരുന്നവർക്ക് നാട്ടിൽ പോകാനും പേരൻസിന് വരാനും എല്ലാവർക്കും വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കോളേജിനെ കുറിച്ചോ അല്ലെങ്കിൽ കോളേജിൻ്റെ മറ്റ് കോഴ്സുകളെക്കുറിച്ചോ എന്ത് തരത്തിലുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം ടീം എജു ജേണി വിത്ത് ജാനക്സിൻ്റെ ടീം നിങ്ങളോട് എപ്പോഴും കൂടെയുണ്ട്. നിങ്ങളുടെ എൻക്വയറീസ് എല്ലാം നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ യെസ്, വി ആർ സക്സസ്ഫുൾ. സോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അഡ്മിഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്നുള്ള ഏത് തരത്തിലുള്ള ഹെൽപ്പും, നിങ്ങൾക്ക് ക്യാമ്പസ് വന്ന് കാണുക, കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയുക, ഇതിലുള്ള എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ഹെൽപ്പ്, അസിസ്റ്റൻസ് തരുന്നതായിരിക്കും. സോ എനിവേ, അഡ്മിഷൻസ് എടുക്കാനായിട്ടും അല്ലെങ്കിൽ കൂടുതൽ എൻക്വയറീസ് ഒക്കെ അറിയാനുള്ളവർ വരിക, ഡയറക്റ്റ് വരിക, കോളേജൊക്കെ ഒന്ന് കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം ഇനിയും നമ്മൾ തുടർന്ന് അടുത്തടുത്ത എപ്പിസോഡുകൾ അടുത്തടുത്ത കോളേജുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാമ്പസ് ട്രാവൽ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നില്ല. സോ എജു ജേണി വിത്ത് ജാനക്സ് ഇസ് റോളിംഗ്. ബൈ.